നാം മനസ്സിലാക്കേണ്ടത് ദാദ്രിയിലെ അഖ്ലാഖിനെ സംഘപരിവാര സംഘം ഇടിച്ചു കൊന്നത് സെപ്റ്റംബർ 28 രാത്രിയായിരുന്നു. അതിൻ്റെ ഭാഗമായി നാട് മുഴുവൻ വലിയ പ്രതിഷേധവും സാഹിത്യകലാ സാംസ്കാരിക രംഗത്ത് വലിയ പ്രതിരോധവും ഉയർന്നു വന്നുവെന്ന് നമുക്കറിയാം. ഈ സംഭവത്തെ മുൻനിർത്തി ഇന്ത്യൻ പ്രസിഡന്റ് വരെ പ്രതിഷേധം ഉയർത്തുകയുണ്ടായി. ഒടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അനങ്ങിയത് ഇന്നലെ, അതായത് 17 ദിവസം പിന്നിടുമ്പോൾ. അതിദാരുണമായ ഒരു സംഭവം, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മുഖത്ത് കരിവാരി തേച്ച ഒരു വലിയ സംഭവം. ഗുജറാത്ത് എന്ന ചെറിയ ചിമിഴുണ്ടല്ലോ, ആ ചിമിഴല്ല ഇന്ത്യ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് മോദിക്ക് വിഷമിച്ച് മുടന്തി സഞ്ചരിച്ച് എത്തേണ്ടി വന്നിരിക്കുന്നു എന്നതാണ്. ഇന്ത്യ എന്ന യാഥാർത്ഥ്യത്തെ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്ത്യൻ പ്രധാനമന്ത്രി. പഠിച്ചു തുടങ്ങുന്നെങ്കിൽ അത് നല്ലത്. പക്ഷേ വൈകിയ പഠനം എത്രത്തോളം നല്ല പഠനമായിരിക്കും എന്ന സംശയവും അവശേഷിപ്പിച്ചുകൊണ്ടാണ് ദാദ്രിയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. ഏതായാലും ദാദ്രിയും ഗുലാം അലിയുടെ സംഗീത കച്ചേരിയുടെ നിരോധവും ഒക്കെ ദുഃഖകരമായ സംഭവങ്ങളാണ്. 5-ാം പേജിലേക്കുള്ള വാർത്തയുടെ പ്രാധാന്യം മാത്രമേ ഇതിനുള്ളൂ എന്ന് മാതൃഭൂമിയുടെ ഡെസ്ക് വിലയിരുത്തുന്നെങ്കിൽ ആ ഡെസ്കിന് കാവി പുതച്ചിട്ടുണ്ടോ എന്ന് പണ്ട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ച ചോദ്യം ഇപ്പോൾ കൂടുതൽ സ്മരണീയമായി തീരുന്നു എന്ന് പറയാതെ വയ്യ. മാതൃഭൂമി 5-ാം പേജിലേക്ക് ആ വാർത്ത മാറ്റിയപ്പോൾ കേരള കൗമുദി എന്ന ന്യൂനപക്ഷ വികാരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മാധ്യമത്തെ പോലെ തന്നെ അവകാശപ്പെടുന്ന പത്രത്തിൻ്റെ ഗതിയോ ഗതികേടോ കാണുക. ആ പത്രം ഈ വാർത്ത, ഗൗരവതരമായ വാർത്ത, ലോകോത്തരമായ വാർത്ത അവസാനപുറത്തിൻ്റെ വിസ്മൃതിയിലേക്ക് വിലയം പ്രാപിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. പത്രങ്ങൾക്കുമുണ്ട് അവരുടെ മുൻഗണന, പിൻഗണന, പരിഗണനകൾ. ആ പരിഗണനകളുടെ പിന്നിൽ രാഷ്ട്രീയം താൽപ്പര്യങ്ങൾ ഇരമ്പുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ ഒരു വാർത്ത പ്രസൻറ്റ് ചെയ്യുന്നു എന്നതിനെ ആസ്പദിച്ച് സത്യത്തിൽ അവരുടെ രാഷ്ട്രീയം വായിക്കാനുള്ള രാഷ്ട്രീയ വിവേകം മലയാളിക്കുണ്ട് എന്ന് പത്രലോകം, പത്രാധിപ സമിതിയോ അല്ലെങ്കിൽ പത്രത്തിൻ്റെ ഡെസ്കോ തിരിച്ചറിയുന്നത് അവർക്ക് നല്ലതായിരിക്കും. തോട്ടം മിനിമം കൂലി കൂട്ടി എന്ന ശീർഷകത്തിൽ മംഗളം ആ വാർത്ത ലീഡാക്കിയിരിക്കുന്നു. തേയില കാപ്പി തൊഴിലാളികൾക്ക് 301 രൂപ പ്രതിദിന ശമ്പളം. റബ്ബർ ഏലം തൊഴിലാളികൾക്ക് കൂലി വർധന. സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളികളുടെ മിനിമം കൂലി കൂട്ടി. തോട്ടം തൊഴിലാളികളുടെ സമരം 17 ദിവസം എത്തിയപ്പോഴാണ് തിരുവനന്തപുരത്ത് ചേർന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി അക്കാര്യത്തിൽ ധാരണയാക്കിയത്. തേയില കാപ്പി മേഖലയിലെ തൊഴിലാളികളുടെ മിനിമം ദിവസക്കൂലി 232 രൂപയായിരുന്നത് 301 വർദ്ധിപ്പിച്ചു. മറ്റ് ആനുകൂല്യങ്ങൾ കൂടിയാകുമ്പോൾ ഓരോ തൊഴിലാളിക്കും 436 രൂപ ലഭിക്കും എന്നാണ് പറയുന്നത് വാർത്ത. ഒറ്റയടിക്ക് 69 രൂപ ദിവസക്കൂലിയിൽ കൂടി എന്നത് ഒരു ചെറിയ കാര്യമല്ല. ഈ കേസ് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ കേസിനെ തമസ്കരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം എന്ന നിലയ്ക്ക് വാർത്ത വന്നിരിക്കുന്നു. AK ആൻ്റണി ഈ കേസ് അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഗൗരവതരമായി അദ്ദേഹത്തിൻ്റെ പേര് വലിച്ചിഴക്കപ്പെട്ട സാഹചര്യത്തിൽ ആൻ്റണി കാര്യങ്ങൾ തുറന്നു പറയണമെന്ന ശീർഷകത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രസ്താവന ദേശാഭിമാനി അവസാനപുറത്ത് പൊതുവാർത്താ പേജിൽ തന്നിരിക്കുന്നു. ശാശ്വതീകാനന്ദയുടെ മരണം ആൻ്റണി തുറന്നു പറയണം. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണി വെളിപ്പെടുത്തണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. അങ്ങനെ AK ആൻ്റണി കൂടി അദ്ദേഹം 2002 മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം വേണമോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ച് അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന നിലയ്ക്കൊരു നിലപാടെടുത്തു അത്രേ. ആ നിലപാടിനെ മുൻനിർത്തി AK ആൻ്റണിയുടെ പേര് കൂടി ഈ കേസിലേക്ക് എത്തുന്നു. മറ്റൊരു പ്രസ്താവന പിണറായി വിജയൻ ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നതാണ്. കുറ്റക്കാർ പോകേണ്ടത് കാശിയിലേക്കല്ല, തലമുണ്ടനം ചെയ്ത് താൻ കാശിയിലേക്ക് പോകും കാര്യങ്ങൾ തെളിഞ്ഞാൽ എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ തലമുണ്ടനം ചെയ്യേണ്ട കാര്യമില്ല. വെള്ളാപ്പള്ളി നടേശന് ഇപ്പോൾ തന്നെ അത് മുണ്ടനം ചെയ്ത അവസ്ഥയിലാണ്. ഏതായാലും അങ്ങനെയുള്ളവർ പോകേണ്ടത് കാശിയിലേക്കല്ല ജയിലിലേക്ക് എന്ന് പിണറായി വിജയൻ. പത്രികാ സമർപ്പണത്തിൻ്റെ അത് കഴിഞ്ഞതിൻ്റെ വാർത്തയാണ് മലയാള മനോരമ ഇന്ന് ലീഡാക്കിയിരിക്കുന്നത്. 21,871 സ്ഥാനങ്ങൾ, പത്രിക 1.5 ലക്ഷം. വളരെ ചടുലമായാണ് മനോരമയുടെ ലീഡ് വരുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പത്രികാ സമർപ്പണം അവസാനിച്ചു. ഇന്ന് സൂക്ഷ്മ പരിശോധന 17 വരെ പിൻവലിക്കാം. വിമതശല്യത്തിൽ വലഞ്ഞ മുന്നണികൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സംസ്ഥാനത്ത് 21,871 വാർഡുകളിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയത് 1.5 ലക്ഷത്തോളം പേരാണ് എന്നാണ് ഈ വാർത്ത പറയുന്നത്.